നിരോധന ഉത്തരവ് മറികടന്ന് മൂന്നാറിൽ സിപ്പ് ലൈൻ പ്രവർത്തനം. CPIM നേതാവ് MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സിപ്പ് ലൈൻ. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ഇരുട്ടുകാനത്തുള്ള സിപ്പ് ലൈനാണ്. വഴിയരികിൽ ദേശീയപാതയുടെ ഓരത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സാധാരണഗതിയിൽ ഓറഞ്ച് അലേർട്ടുള്ള ദിവസങ്ങളിലും റെഡ് അലേർട്ടുള്ള ദിവസങ്ങളിലും യാതൊരു വിധത്തിലുള്ള സാഹസിക വിനോദസഞ്ചാര പരിപാടികളോ അതോടൊപ്പം നദിയിൽ ഇറങ്ങാൻ നടക്കാനുള്ള കാര്യങ്ങളോ പാടില്ല എന്നുള്ളത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം നടക്കുന്നത്. പക്ഷേ ഈ സിപ്പ് ലൈൻ്റെ പ്രവർത്തനം സാധാരണഗതിയിലുള്ള ദിവസങ്ങൾ കൂടാതെ ഇത്തരം പ്രത്യേക നിർദ്ദേശങ്ങളുള്ള ദിവസങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട്. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ഉടുമ്പൻചോല MLA-മായ MM മണിയുടെ സഹോദരൻ ലംബോദരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സിപ്പ് ലൈൻ. ഇതിനു മുമ്പും സമാനമായ സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഇതേ സിപ്പ് ലൈൻ്റെ പേരിൽ ആക്ഷേപം ഉയർന്നതാണ്. അന്നും നടപടികളെടുത്തതാണ്. ഒരു ഘട്ടത്തിൽ സ്റ്റോപ്പ് മെമ്മോ പോലും നൽകിയതാണ്. പ്രത്യേകിച്ച് ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെയാണ് ഈ സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളും മറ്റു കാര്യങ്ങളും നടന്ന് താൽക്കാലികമായ പ്രവർത്തനം പോലും ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ച സിപ്പ് ലൈൻ്റെ പ്രവർത്തനമാണ് സർക്കാരിൻ്റെ പൂർണ്ണമായ ഉത്തരവ് പാടെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഇന്നലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം അത് റെഡ് അലേർട്ട് ആക്കി മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ നിലവിൽ റെഡ് അലേർട്ട് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ അലേർട്ട് നിലനിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടുള്ള സാഹസിക വിനോദം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അപകടം മറ്റൊക്കെ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പരിഗണിക്കാനോ പാലിക്കാനോ തയ്യാറാകുന്നില്ല ഇവർ എന്നുള്ളതാണ് സത്യം. ശരി, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.